IPL വാതുവെപ്പ് കേസിൽ കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിച്ചു. ഗുരുനാഥ് മെയ്യപ്പനും രാജ് കുന്ദ്രയ്ക്കും ആജീവനാന്ത വിലക്ക്. ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും 2 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി. സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് RM ലോഥ കമ്മിറ്റിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. IPL CEO സുന്ദർരാമന്റെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും ജസ്റ്റിസ് RM ലോഥ ആവശ്യപ്പെട്ടു. ഇത് അച്ചടക്ക നടപടി മാത്രമാണെന്നും ക്രിമിനൽ നടപടികൾ കോടതി തീരുമാനിക്കുമെന്നും ലോഥ വ്യക്തമാക്കി. ഇന്ത്യൻ പ്രീമിയർ ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട വാതുവെപ്പിൽ ഉൾപ്പെട്ടവർക്ക് ശിക്ഷാവിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിയാണ് RM ലോഥ സമിതിയെ നിയോഗിച്ചത്. BCCI മുൻ അധ്യക്ഷൻ ശ്രീനിവാസന്റെ മരുമകനും ചെന്നൈ സൂപ്പർ കിങ്സ് ഉടമയുമായ മെയ്യപ്പനെതിരെയും രാജസ്ഥാൻ റോയൽസ് സഹോടമ രാജ് കുന്ദ്രയ്ക്കുമെതിരെ കടുത്ത കുറ്റങ്ങൾ സമിതി കണ്ടെത്തി. IPLന്റെയും BCCIയുടെയും വിവിധ ചട്ടങ്ങൾ ലംഘിച്ചു, ക്രിക്കറ്റിന്റെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിച്ചു, വാതുവെപ്പുകാരുമായി നിരന്തരം ബന്ധപ്പെട്ടു തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരം മെയ്യപ്പനും രാജ് കുന്ദ്രയ്ക്കും ക്രിക്കറ്റിൽ നിന്ന് ആജീവനാന്തം വിലക്കേർപ്പെടുത്തി. ഇതിനോടൊപ്പം അഴിമതി നിരോധന ചട്ടം തെറ്റിച്ചതിന് 5 വർഷ അയോഗ്യത കൂടി ശിക്ഷയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Gurunath Meyyappan has been found guilty of 1. Betting. He is suspended for life. Though Mr. Raj Kundra has been found guilty of misconduct, he is suspended for life from activities as explained in Article 7.5. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും രാജ് കുന്ദ്രയ്ക്കും മെയ്യപ്പനും പ്രവർത്തിക്കാൻ കഴിയില്ല. ഇരുവരുടെയും ടീമുകളായ രാജസ്ഥാൻ റോയൽസിനെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും IPL മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും 2 വർഷത്തേക്ക് വിലക്കി. ഇരു ടീമിലെയും കളിക്കാർ വാതുവച്ചു. കുറ്റക്കാരായ ഉടമകൾക്കെതിരെ നടപടിയെടുത്തില്ല എന്നതിനാലാണ് വിലക്ക്. Sanction on India Cements franchisee by suspending it from the league for a period of 2 years. On Jaipur IPL franchisee by suspending it from the league for a period of 2 years. ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിലവിലെ ക്യാപ്റ്റൻ. രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നതാകട്ടെ രാഹുൽ ദ്രാവിഡും. ഒത്തുകളിക്ക് കൂട്ടുനിന്നുവെന്ന് മുഗ്ദൽ കമ്മീഷൻ കണ്ടെത്തിയ IPL CEO സുന്ദർരാമനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം പൂർത്തിയായ ശേഷം ശിക്ഷ വിധിക്കുമെന്ന് RM ലോഥ സമിതി അറിയിച്ചു. കൂടാതെ IPL BCCI നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന നടപടികളും പൂർത്തിയാക്കുകയാണെന്നും സമിതി വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ജനുവരി 22-ന് സുപ്രീം കോടതിയാണ് മുൻ ചീഫ് ജസ്റ്റിസ് RM ലോഥ സമിതിയെ ശിക്ഷ വിധിക്കാനായി നിയോഗിച്ചത്. IPL തട്ടിപ്പിൽ ഉൾപ്പെട്ട ടീമുകൾക്കും ടീം അംഗങ്ങൾക്കുമെതിരെയുള്ള ശിക്ഷ RM ലോഥ പ്രഖ്യാപിച്ചെങ്കിലും ക്രിക്കറ്റിന്റെ ശുദ്ധീകരണത്തിന് ഇത് പോരെന്ന അഭിപ്രായം ശക്തമായിട്ടുണ്ട്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കും ഗോപി കടവല്ലൂരിനുമൊപ്പം സന്തോഷ് സർലിംഗ്. പണത്തിനു വേണ്ടി മാത്രം പാടണിയുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് ജസ്റ്റിസ് RM ലോഥയുടെ പരാമർശങ്ങൾ. കളിക്കാരെ വിധി ബാധിക്കില്ലെങ്കിലും പണത്തിനു വേണ്ടി ക്രിക്കറ്റിന്റെ അന്തസ്സ് കളയുന്നവരെ ലോഥ കണക്കിന് ശകാരിച്ചു. ക്രിക്കറ്റ് ഒരു കളി മാത്രമല്ലെന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരമാണെന്നും ജസ്റ്റിസ് ഓർമ്മപ്പെടുത്തി. That is, acts of betting as a team official have affected the image of BCCI, IPL and the game of cricket. IPL വാതുവെപ്പ് മൂലം കളങ്കപ്പെട്ടത് ക്രിക്കറ്റിന്റെ അന്തസ്സും വിശ്വാസ്യതയുമാണ്. ജസ്റ്റിസ് RM ലോഥയുടെ വിധി പ്രസ്താവത്തിൽ നിരവധി തവണ ഈ വാചകങ്ങൾ ആവർത്തിച്ചു. IPL വാതുവെപ്പ് കേസ് വാർത്തകളിലൂടെ ചില വ്യക്തികൾക്ക് മുഖം നഷ്ടപ്പെട്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ വലുതാണ് ക്രിക്കറ്റിനുണ്ടായ നഷ്ടം. ക്രിക്കറ്റിനോടുള്ള താല്പര്യമല്ല ഗുരുനാഥ് മെയ്യപ്പനെയും രാജ് കുന്ദ്രയെയും ടീം ഉടമകളാക്കിയതെന്ന് വ്യക്തം. വാതുവെപ്പുകാർ ക്രിക്കറ്റിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ വഞ്ചിച്ചതായും ജസ്റ്റിസ് RM ലോഥ ചൂണ്ടിക്കാട്ടി. The purity of the game has been affected and the contribution, if any, made by the franchisee has also been wasted because millions of people who are true lovers of the game feel cheated. കളിക്കാർ അച്ചടക്കം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ BCCI ബാധ്യസ്ഥമാണ്. ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റ് വെറും കളി മാത്രമല്ല, മറിച്ച് പ്രത്യേക വികാരമാണെന്നുള്ള ജസ്റ്റിസ് ലോഥയുടെ ഓർമ്മപ്പെടുത്തൽ മുഴുവൻ ഒത്തുകളിക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ്. Cricket is not any other game or sporting activity. It is passion for millions of people. ജസ്റ്റിസ് ലോഥയുടെ വിധി ഒത്തുകളി ആരോപണം നേരിടുന്ന കളിക്കാരെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും 30 വെള്ളിക്കാശിനു വേണ്ടി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു ജനതയെ മുഴുവൻ വഞ്ചിക്കുന്നവർക്ക് കുറെ നല്ല പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമൊരുക്കുന്നതാണ്. ക്രിക്കറ്റ് എന്നത് ഇന്ത്യക്കാർക്ക് ഒരു കളി മാത്രമല്ല, അത് കോടിക്കണക്കിന് ഭാരതീയരുടെ വികാരമാണ്. ജസ്റ്റിസ് RM ലോഥ വിധി പറയുമ്പോൾ ഉപയോഗിച്ച ഈ മുഖവുര കളിക്കാരും കളി നടത്തിപ്പുകാരും മനസ്സിൽ സൂക്ഷിച്ചാൽ ഇന്ത്യയിൽ വീണ്ടും ഒരു കോഴക്കേസ് ഉണ്ടാവില്ല. ദില്ലിയിൽ നിന്നും M സന്തോഷ്. മരങ്ങാട്ടുപള്ളി കസ്റ്റഡി മരണത്തിന്റെ നടുക്കം മാറും മുമ്പേ തലസ്ഥാനത്ത് ഒരു കസ്റ്റഡി പീഡനം കൂടി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി 19-കാരനെയാണ് കസ്റ്റഡിയിൽ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചത്. ജീവൻ കുമാർ തിരുവനന്തപുരത്ത് നിന്നും. ജീവൻ, ഏതു തരത്തിലാണ് പരാതി ഉയരുന്നത്? പ്രദീപ്, ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ് വട്ടിയൂർ സ്വദേശിയായ അലക്സിനെ വട്ടിയൂർക്കാവ് പോലീസ് ഇപ്പോൾ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം +2 കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥിയാണ് അലക്സ്. വീട്ടിലേക്കുള്ള
സാധനങ്ങൾ വാങ്ങാനായി ജംഗ്ഷനിലേക്ക് എത്തിയതായിരുന്നു. ഒരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചാണ് അദ്ദേഹം നെട്ടയം ജംഗ്ഷനിലേക്ക് എത്തിയത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വട്ടിയൂർക്കാവ് SI അനീഷ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോവുകയും ക്രൂരമായി ലോക്കപ്പിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പെൺകുട്ടികളെ കളിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഒരു അനോണിമസ് പിന്നാലെയാണ് പോലീസ് അവിടെ എത്തിയത്. എന്നാൽ ആളുമാറിയാണ് ഇപ്പോൾ അലക്സിനെ മർദ്ദിച്ചത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അലക്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന്റെ മൂത്ര തടസ്സമടക്കമുള്ള ഇതുണ്ട്. ഒപ്പം എക്സ്റേയിൽ അടക്കം ഗുരുതരമായ പരിക്കുകളാണ് കാണുന്നത്. പുറത്ത് ശരീരത്തിൽ അടിച്ച പാടുകളുണ്ട്, ഒപ്പം നഖത്തിന്റെയും പാടുകളുണ്ട്. SI അനീഷ് മാത്രമാണ് മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ കൈരളി വാർത്താ സംഘത്തോട് അലക്സ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് യാതൊരു തരത്തിലുള്ള പെറ്റി കേസിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസിലോ പ്രതിയായിട്ടുള്ള വ്യക്തിയല്ല അലക്സ്. +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പോലീസ് ഈ രൂപത്തിൽ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതികരിച്ചതുപോലെ തന്നെ മരങ്ങാട്ടുപള്ളിയിൽ ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ മറ്റൊരു കസ്റ്റഡി മർദ്ദനം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നതും ഈ കാര്യത്തിൽ പ്രസക്തമാണ്. മുകൾ തട്ടിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇപ്പോൾ പോയിട്ടുണ്ടോ? അവരുടെ പ്രതികരണം വരുമ്പോൾ തന്നെ ഇനി കൂടുതൽ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്? ഇപ്പോൾ ശേഷം ഈ കാര്യത്തിൽ അഡ്മിറ്റാണ് പോലീസ്. അതിനുശേഷം ഇവരുടെ മൊഴിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നേരത്തെ പോലീസിൽ പിടിച്ചുകൊണ്ട് പോയ കേസിൽ ജാമ്യം നൽകി വിട്ടയക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് സംബന്ധിച്ച് DGP നൽകിയിരിക്കുന്ന ഡയറക്ഷൻ പാലിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കസ്റ്റഡിയിലിരിക്കുന്ന പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈദ്യസഹായം ആവശ്യമുണ്ട് എങ്കിൽ അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് നേരത്തെ 2 ദിവസം മുമ്പ് DGP കർശനമായി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ച സർക്കുലറിൽ വളരെ നിബന്ധനാപൂർവ്വം പറഞ്ഞിരുന്ന കാര്യമാണ്. എന്നാൽ ഈ കാര്യത്തിൽ അത് പാലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദ്യപരിശോധനയോ മറ്റു കാര്യങ്ങളോ അലക്സിന് നൽകിയിട്ടില്ല. അലക്സിനെ ജാമ്യത്തിൽ ബന്ധുക്കൾ വന്നെടുത്തതിനു ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവൻകുമാർ തിരുവനന്തപുരത്ത് നിന്നും. കോന്നിയിലെ പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ്. ഹോട്ടലിലോ ലോഡ്ജിലോ പെൺകുട്ടികൾ താമസിച്ചിട്ടില്ലെന്ന് അന്വേഷണ തലവൻ ദക്ഷിണമേഖല IG മനോജ് എബ്രഹാം വ്യക്തമാക്കി. പെൺകുട്ടികളുടെ മൃതദേഹം കോന്നിയിൽ സംസ്കരിച്ചു. ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടികൾ ബംഗളൂരു സന്ദർശിച്ചതായി തെളിവ് ലഭിച്ചു. ശനിയാഴ്ച അങ്കമാലിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്തതിന്റെ ട്രെയിൻ ടിക്കറ്റും ലാൽബാഗ് സന്ദർശിച്ചതിന്റെ ടിക്കറ്റും കുട്ടികളുടെ ബാഗിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പെൺകുട്ടികളുടെ ടാബിലെ സിം കാർഡ് വ്യാജവിലാസത്തിലാണ് എടുത്തതെന്നും പോലീസ് കണ്ടെത്തി. അതേസമയം പെൺകുട്ടികളുടെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് ദക്ഷിണമേഖല IG മനോജ് എബ്രഹാം സ്ഥിരീകരിച്ചു. ഹോട്ടലിലോ ലോഡ്ജിലോ പെൺകുട്ടികൾ താമസിച്ചിട്ടില്ല. പെൺകുട്ടികൾക്കൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നും കൊലപാതകത്തിന് സാധ്യതയില്ലെന്നും മനോജ് എബ്രഹാം വ്യക്തമാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് പിന്നെയും ഇത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ഒരാൾ അവരെ കണ്ടിട്ടുണ്ട്, 3 പേരെയും കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ ആയിരുന്നു. അവർ വന്നിട്ട് നേരെ എറണാകുളത്ത് ഇറങ്ങുന്ന അയാൾ സർട്ടിഫൈ ചെയ്ത് അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇറങ്ങി കഴിഞ്ഞിട്ട് അയാൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഇവർ 3 പേരുടെയും ഫോട്ടോ കാണും. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ എല്ലാ വിവരങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. IG മനോജ് എബ്രഹാമിനോട് സംഭവസ്ഥലം സന്ദർശിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെ പോകുന്നുണ്ട്. ആ വിവരങ്ങളെല്ലാം അവിടെ ചെന്ന് മറ്റ് നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കും. മനോജ് എബ്രഹാം അക്കാര്യം മുഴുവൻ അവിടെ പോയി പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത ആതിരയുടെയും രാജയുടെയും ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. സഹപാഠികളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആര്യയുടെ നിലയിൽ പുരോഗതിയില്ല. തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന പെൺകുട്ടി യാത്ര തിരിച്ചത് മറ്റാരും വീട്ടിലില്ലാത്ത സമയത്താണെന്ന് അമ്മ അറിയിച്ചു. പഠനാവശ്യത്തിനായി വാങ്ങിയ ടാബ്ലറ്റ് ദുരുപയോഗം ചെയ്തത് അറിഞ്ഞിരുന്നില്ലെന്നും വീട് വിട്ടുപോകേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്നും ആര്യയുടെ സഹോദരനും വ്യക്തമാക്കി. ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ആര്യ. വെന്റിലേറ്ററിൽ കഴിയുന്ന ആര്യയ്ക്ക് തലച്ചോറിനും കരളിനും അരക്കെട്ടിനും പരിക്കുണ്ട്. ആശുപത്രിയിലെത്തിച്ച് 1 ദിവസം പിന്നിട്ടിട്ടും അബോധാവസ്ഥയിൽ കഴിയുന്ന ആര്യയുടെ നിലയിൽ യാതൊരു പുരോഗതിയുമില്ല. സംഭവം സംബന്ധിച്ച അന്വേഷണത്തിൽ നിർണായകമായേക്കാവുന്ന ആര്യയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ സാഹചര്യമുണ്ടായില്ല. വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്നപ്പോഴാണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയതെന്നും യാത്രയെ സംബന്ധിച്ച സൂചനകളൊന്നും തോന്നിയിരുന്നില്ലെന്നും മാതാവ് പറഞ്ഞു. ഒന്നും
പറഞ്ഞില്ല. മോള് എൻ്റെ കൂടെ അല്ലായിരുന്നു. എൻ്റെ അമ്മ വീണ് കൈ ഓടിഞ്ഞ് ഞങ്ങൾ കോഴഞ്ചേരി ആശുപത്രിയിലായിരുന്നു. അത് അച്ഛൻ്റെ വീടാണ്. അവിടോട്ട് പോയത്. അവിടെ നിന്നാണ് ഇറങ്ങിയത്. ഇറങ്ങുന്നവരെ ഒരു സൂചന പോലും നമുക്ക് അറിയത്തില്ല. പഠന ആവശ്യത്തിനായി വാങ്ങിയ ടാബ്ലറ്റ് ദുരുപയോഗം ചെയ്തത് അറിഞ്ഞിരുന്നില്ലെന്നും വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്നും ആര്യയുടെ സഹോദരൻ പ്രതികരിച്ചു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഇവർക്ക് പ്രോഗ്രാമൊക്കെ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അതിന് ടാബ് മേടിച്ച് കൊടുത്തതാണ്. അത് മിസ്യൂസ് ചെയ്യുന്ന അറിഞ്ഞില്ല, വിചാരിച്ചില്ല. പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച പുതിയ വിവരങ്ങളൊന്നും പങ്കുവയ്ക്കാനില്ലെന്ന് ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് കസ്റ്റഡിയിൽ സിബി മരിച്ചത് തലക്കേറ്റ ക്ഷതം കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇഷ്ടിക, മരം എന്നിവ കൊണ്ട് അടിയേറ്റതാവാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മരണകാരണം ആന്തരിക രക്തസ്രാവം കാരണമാണെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് RDO കൈമാറും. കാസർഗോഡ് കല്യാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫഹദ് കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതി വിജയകുമാറിന് മനോരോഗമില്ലെന്ന് മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട്. പ്രതിക്ക് മനോരോഗമുണ്ടെന്ന പോലീസ് നിലപാട് വിവാദമായിരുന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 2 തവണ നടത്തിയ പരിശോധനയിലും മനോരോഗ ലക്ഷണം ഇല്ലെന്ന റിപ്പോർട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ചത്. തിരൂരിൽ ലീഗുകാർ പാഠപുസ്തകങ്ങൾ കീറിയതിനെതിരെ വ്യാപക പ്രതിഷേധം. ലീഗുകാരുടെ പ്രവൃത്തി നെറികെട്ട സംസ്കാര ശൂന്യതയെന്ന് CPIM PB അംഗം പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. വായന സംബന്ധിച്ച ഖുർആൻ വാക്യം ഉദ്ധരിച്ചാണ് സംവിധായകൻ ആഷിഖ് അബു സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ലീഗുകാരുടെ പ്രവൃത്തി താലിബാനിസമാണെന്ന് KSUവും പ്രതികരിച്ചു. ഈ മാസം 20-ന് മുമ്പ് പാഠപുസ്തകം വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് SFI മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് പുസ്തകം നൽകുകയുമില്ല, നൽകാനൊട്ട് സമ്മതിക്കുകയുമില്ല എന്ന മട്ടിൽ ലീഗ് നേതൃത്വത്തിന്റെ അണികൾ പുസ്തകം കീറിയെറിഞ്ഞ കാടത്തത്തോട് കേരളത്തിന്റെ പ്രതിഷേധ ചുവരെഴുത്തുപോലെ പ്രമുഖരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചർച്ചയാവുകയാണ്. സംസ്ഥാന സർക്കാർ കേരളത്തിലെ കുഞ്ഞുങ്ങളോട് കാട്ടിയത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് പറഞ്ഞു തുടങ്ങി പിണറായി വിജയൻ പുസ്തകം കൊടുക്കാത്ത മന്ത്രിക്ക് പുസ്തകം കീറുന്ന അനുയായികളാണുള്ളതെന്ന് പരിഹസിക്കുന്നു. അത് അത്ര നിസ്സാരമല്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് അബു ചെഗുവേരയുടെ പ്രൊഫൈൽ പിക്ചറോടെ കുറിക്കുന്നത് ഖുർആൻ വാചകം ഉദ്ധരിച്ചാണ്. നീ വായിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ, നിന്നെ വായിക്കാൻ സമ്മതിക്കില്ല എന്ന് ലീഗ് എന്നാണ് ആഷിഖ് അബു പ്രതികരിച്ചത്. ആഷിഖ് അബുവിനെ ഷെയർ ചെയ്തും കമന്റ് ചെയ്തും വന്ന പ്രതികരണങ്ങളിലൂടെ കണ്ണോടിച്ചാൽ ഇത് താലിബാനിസം തന്നെ എന്ന പ്രയോഗത്തിന് എല്ലാവരും അടിവരയിടുന്നു. തിരൂരിൽ ലീഗുകാർ വലിച്ചെറിഞ്ഞ പാഠപുസ്തകങ്ങളുടെ ചിതറിയ കാഴ്ചയ്ക്ക് മേൽക്കുറിപ്പായാണ് പിണറായിയുടെയും ആഷിഖ് അബുവിന്റെയും കുറിപ്പുകൾ. ലീഗിനെതിരെ സംഭവത്തിൽ KSUവും ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ മാസം 20-നകം പാഠപുസ്തകങ്ങൾ എത്തിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് SFI മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്. പ്രശസ്ത സംഗീത സംവിധായകൻ MS വിശ്വനാഥൻ അന്തരിച്ചു. രാവിലെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 1 മാസത്തിലധികമായി ചികിത്സയിലായിരുന്നു സംഗീത കുലപതിയായ MS വിശ്വനാഥൻ. ഇന്നു പുലർച്ചെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും 4:30 അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. 86 വയസ്സായിരുന്നു. പാലക്കാട് എലപ്പുള്ളി സ്വദേശിയായ മനേങ്കത്ത് വീട്ടിൽ സുബ്രഹ്മണ്യം വിശ്വനാഥൻ എന്ന MSV 1945-ലാണ് സിനിമാ സംഗീത ലോകത്തേക്ക് പ്രവേശിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലടക്കം 1200-ലധികം ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കാൻ MSVക്ക് കഴിഞ്ഞു. രാഗനിബദ്ധമായ സംഗീതം അതായിരുന്നു MS വിശ്വനാഥൻ എന്ന സംഗീത മാന്ത്രികന്റെ പ്രത്യേകത. 100-ലേറെ മലയാള സിനിമകൾക്കും MS വിശ്വനാഥൻ ഈണം നൽകി. ചെന്നൈയിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വസതിയിലേക്ക് എത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹം നാളെയാണ് സംസ്കരിക്കുക. ഗാനമാധുര്യം കൊണ്ട് വിസ്മയം തീർത്ത തമിഴ് ജനതയുടെ മെല്ലിശൈ മന്നൻ, തെന്നിന്ത്യൻ സിനിമയിലെ ഭാവഗാന ചക്രവർത്തിയായ MS വിശ്വനാഥൻ ഇനി ഓർമ്മയാകുന്നു. ന്യൂസ് ഡെസ്ക്. കാസർഗോഡ് 3ാം ക്ലാസ്സുകാരനെ കഴുത്തറുത്തു കൊന്ന സംഭവം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. EP ജയരാജനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം അന്തരിച്ച കീബോർഡ് ആർട്ടിസ്റ്റ് കണ്ണന്റെ മൃതദേഹം ആലപ്പുഴ കലവൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മലയാള സിനിമാ സംഗീത രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ശോകമുഖമായ അന്തരീക്ഷത്തിൽ മഴത്തുള്ളികൾ തീർത്ത ശാന്തമായ താളത്തിനിടയിലാണ് കണ്ണന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. കണ്ണൻ ലോകത്തോട് യാത്ര പറഞ്ഞ സമയം മുതൽ സംഗീതപ്രേമികളും അറിയപ്പെടുന്ന കലാകാരന്മാരും കലവൂരിലെ കണ്ണന്റെ ശ്രീരാഗം വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു.
പലരും തങ്ങളുടെ സങ്കടം അടക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്നതും കാണാമായിരുന്നു. സംഗീത സംവിധായകൻ കലവൂർ ബാലൻ്റെ മകൻ എന്ന പേരിലായിരുന്നു പ്രദേശവാസികളിൽ പലരും കണ്ണനെ അറിയപ്പെട്ടതെങ്കിൽ കണ്ണൻ്റെ വേർപാടിന് ശേഷം ലോകമറിയപ്പെടുന്ന കലാകാരന്മാർ കണ്ണനെ കാണാൻ, കണ്ണന് യാത്ര പറയാൻ കണ്ണൻ്റെ വീട്ടിലെത്തിയതോടെയാണ് കണ്ണനെന്ന മഹാപ്രതിഭയെക്കുറിച്ച് നാട്ടുകാർ കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധത്തിന് നടുവിൽ ഉയർന്നു വന്ന മന്ത്രധ്വനികൾക്കിടയിൽ സംഗീതത്തിൽ നാദബ്രഹ്മം തീർത്ത പ്രശസ്ത സംഗീത സംവിധായകനായ കണ്ണൻ സംഗീതമില്ലാത്ത ലോകത്തേക്ക് യാത്ര പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇറാനും ലോകരാജ്യങ്ങളും തമ്മിൽ ആണവ കരാർ ഒപ്പിട്ടു. മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫ് 12 വർഷത്തിലധികം ആയിട്ട് ഉള്ള ഒറ്റപ്പെടൽ അത് അവസാനിക്കുകയാണോ? യഥാർത്ഥത്തിൽ ഈ കരാർ ഒപ്പിടുന്നത് ഇറാനും ലോകരാജ്യങ്ങളും തമ്മിലുള്ള ഈ ആണവ കരാർ ഒപ്പിടുന്നത് ചരിത്രപരമായ ഒരു ദൗത്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം ഇറാൻ ആണവ നിർമ്മാണം പറ്റില്ല. ആണവ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണം ഉണ്ടാവും. പകരം ഇറാന്റെ സ്തംഭിച്ച ബില്യൺ കണക്കിന് ഡോളർ സ്തംഭിച്ച, അതായത് സാമ്പത്തിക ഉപരോധം കൊണ്ട് സ്തംഭനാവസ്ഥയിലുള്ള സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്ന ഇറാനിൽ പുതിയൊരു ജീവൻ ഉണ്ടാവും. 18 തവണ വിയന്നയിലെ വെച്ച് നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് 13 വർഷം നീണ്ടു നിൽക്കുന്ന ഇറാനും ലോകരാജ്യങ്ങളും തമ്മിലുള്ള തർക്കം ഇവിടെ അവസാനിക്കുന്നത്. ഇതിനെ തുടർന്നുണ്ടാകുന്ന 2 ഗുണകരം എന്ന് വെച്ചാൽ ലോകത്തെ ആണവ നിരായുധീകരണത്തിന് വേണ്ടിയുള്ള ഒരു തുടക്കം എന്ന രീതിയിൽ ഇത് കാണാൻ പറ്റും. ഇറാൻ ദൈവം രാജ്യത്തിനെ വിളികേട്ടു, പ്രാർത്ഥന കേട്ടു എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത്. പ്രതീക്ഷയുടെ പാറ എന്നാണ് യൂറോപ്യൻ യൂണിയൻ അഭിപ്രായപ്പെട്ടത്. ആശ്വാസത്തിന്റെ നെടുവീർപ്പ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയുടെ നയതന്ത്ര വിജയം എന്നാണ് ഒബാമ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം 5 വർഷക്കാലത്തേക്ക് ഇറാനിന് സാമ്പത്തിക ഉപരോധമല്ല, ആയുധ നിരായുധീകരണം, അതായത് ആയുധ ഉപരോധം ഉണ്ടാവും. അത്യാവശ്യ ഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രമേ ആയുധങ്ങൾ കരാർ പ്രകാരമുള്ള ആയുധങ്ങൾ ലഭിക്കുകയുള്ളൂ. ഈ കരാർ നിലവിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഇറാൻ പ്രസിഡന്റിനും അമേരിക്കൻ പ്രസിഡന്റിനും കൂടിയാണ്. കാരണം ഈ 2 പ്രസിഡന്റുമാരും തങ്ങളുടെ രാജ്യത്തെ യാഥാസ്ഥിതികരുടെ വെല്ലുവിളി നേരിട്ട് കൊണ്ടാണ് കഴിഞ്ഞ ഒരു 13 മാസമായി നീണ്ടുവെക്കുന്ന ചർച്ച നടന്നത്. ഈ വിജയം, അതായത് ഇറാന്റെ വിജയമാണ് ഇത്. മധ്യപൗരസ്ത്യ സമാധാനം ഉണ്ടാക്കാനും ലോകരാജ്യങ്ങളിൽ തന്നെ ഇറാന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരാൻ കഴിയും. കാരണം അവരുടെ 5ാമത്തെ എണ്ണ ഉൽപാദന രാജ്യമാണ് ഇറാൻ. ഇറാന്റെ കാലിൽ ഒരു ഭാഗം പോലും ഇപ്പോഴും എണ്ണ വിൽക്കാൻ പറ്റുന്നില്ല. ലോകരാജ്യങ്ങളിൽ കെട്ടിക്കിടക്കുന്ന സാമ്പത്തിക ബാങ്കുകൾ കിടക്കുന്ന $1 ബില്യൺ അവർക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇറാൻ ഒരു പുതിയ ലോക ശക്തികളിൽ ഒന്നായി മാറാനാണ് സാധ്യത. EM അഷ്റഫ്, മിഡിൽ ഈസ്റ്റിൽ നിന്നും.